ഇൻട്രോ കൊടുക്കട്ടെ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ അയ്യപ്പനെ നോമ്പില്ല, നമ്മൾ അയ്യപ്പനെ നോമ്പ്. ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിഷുവിന് ഒരേ നിർബന്ധം കേട്ടോ, ജസ്റ്റ് ഒരു ഇൻട്രോ കൊടുക്കണം എന്നുള്ളത്. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളല്ലേ, ആയിക്കോട്ടെ. ദെൻ നമ്മളിതാ കുക്കർ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രീ ടൈം ഉണ്ടായിരുന്നു. നമുക്ക് കാര്യമായിട്ട് വലിയ പരിപാടിയൊന്നുമില്ലല്ലോ. കുക്കർ ബിരിയാണി എന്ന് പറയുമ്പോൾ ജസ്റ്റ് തട്ടിക്കൂട്ടി കുക്കറിൽ അങ്ങോട്ട് സെറ്റാക്കിയ സംഭവം ഓക്കെ ആയി. നമ്മൾ സാധാ റൈസ് വെച്ചിട്ടുണ്ടാക്കൂലേ, ഇറച്ചി ചോറ് എന്നൊക്കെ പറയല്ലോ, അത് തന്നെ കുക്കർ ബിരിയാണി. ഇനി പൊട്ടും ഗെറ്റപ്പ് കുറക്കണ്ട കരുതിയിട്ട് പറഞ്ഞതാണേ. എന്തായാലും നമ്മളിതാ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഇതിപ്പം വലിയ പരിപാടിയൊന്നുമില്ലല്ലോ. അങ്ങനെ മസാലയൊക്കെ വഴറ്റി ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 1-2 വിസിൽ നമ്മുടെ അരിയുടെ ആ ഒരു വേവിനനുസരിച്ചിരിക്കും. അങ്ങനെ നമ്മുടെ കുക്കർ ബിരിയാണി റെഡി. ഇനി ബാക്കിയുള്ള പരിപാടിയിലോട്ട് പോകാം. അതായത് ഇന്നിപ്പം ജ്യൂസിന് മാറ്റമുണ്ട് കേട്ടോ. ആപ്പിൾ ജ്യൂസിന് ചെറുതായിട്ടൊരു മോചനം കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പം നമ്മൾ വാട്ടർമെലൺ വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് സെറ്റ് ചെയ്യണത്. ഇന്നിപ്പം നമ്മൾ ഐസ് ക്യൂബ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വേഗം ജ്യൂസ് അടിക്കണം, എന്നിട്ട് നമുക്ക് ഫ്രീസറിൽ അങ്ങോട്ട് വെക്കണം. എന്നാലേ ആ നോമ്പ് തുറക്കാനുള്ള ടൈം ആകുമ്പോഴേക്കും ഇങ്ങനെ തണുത്ത് സെറ്റ് ആവുള്ളൂ. നല്ല തണുത്ത ജ്യൂസ് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്, അതൊന്ന് വേറെ തന്നെയാണ്. ഇതിപ്പം എൻ്റെ മാത്രം കാര്യമാവില്ല, എല്ലാവരുടെ കാര്യം തന്നെയായിരിക്കും. അത്രയും ചൂടാണല്ലോ. ഈ ചൂടത്തിങ്ങനെ ആ നോമ്പ് തുറക്കുമ്പോൾ ആ തണുത്ത വെള്ളം കുടിക്കണ ആ ഒരു ഫീല്, വേറെ ഫുഡൊന്നും ഇനിയിപ്പം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മളിതാ ജ്യൂസ് സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണേ. നല്ല പഴുത്ത വാട്ടർമെലനാണ്, നിങ്ങൾക്ക് അതിൻ്റെ ആ കളറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ പാൽപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെയാണ് ജ്യൂസ് ആക്കുന്നത് കേട്ടോ. അതൊരു പ്രത്യേക വൈബാണല്ലോ. ഈ ഒരു ജ്യൂസിന് തന്നെ ആണല്ലോ അല്ലേ നമ്മൾ മുഹബത്ത് കാ സർബത്ത് എന്നൊക്കെ പറയൂലേ. ഇതിപ്പം ആ സർബത്തിലോട്ട് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഏറെക്കുറെ അതിൻ്റെ ഭാഗത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ചിയാ സീഡ് ആയാലും നമ്മുടെ സബ്ജ സീഡ് ഉണ്ടല്ലോ, കസ്കസ് എന്ന് പറയില്ലേ, അതായാലും നമ്മൾ കൊടുന്നതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. എന്നാലും ഇതന്നെ ഓക്കെയാണ്. ആപ്പിൾ ജ്യൂസിനേക്കാളും ബെറ്ററാണ്. ആപ്പിൾ ജ്യൂസും ഓക്കെയാണ് കേട്ടോ, അത് അത്ര വലിയ മോശമുള്ള ജ്യൂസൊന്നുമല്ല. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുമ്പോൾ നമുക്കിങ്ങനെ ചടക്കുന്നു മാത്രം. കുക്കർ ബിരിയാണിനെ ഒട്ടും മൈൻഡാക്കിയില്ല എന്നുണ്ടെങ്കിൽ സംഭവം പായസമായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് എയറൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണുണ്ട് കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ നിങ്ങൾക്ക് തോന്നും. ഇതിപ്പം വന്നിട്ട് ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ സൗണ്ടുകളാണ്, നിങ്ങളതൊന്ന് ക്ഷമിക്കുക. സാധാരണ ഈ ഒരു ടൈമിലൊക്കെ കിച്ചണിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ആകെ മൊത്തം ധൃതി പിടിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയായിക്കാരം. ഇന്നിപ്പം അതൊന്നുമില്ല, നല്ല ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. എവിടാ പല്ലോടെ കുട്ടിൻ്റെ പല്ല് കാട്ടിട്ട് തന്നെ അണിമോച്ചക്ക് പല്ല് ഓ എന്തോ മുന്തിരുന്നു അത് കാട്ടി തന്നെ പല്ല് കാട്ടി കൊടുത്തു പല്ല് ആ കത്താൻ അയക്കുന്നില്ല. അങ്ങോട്ട് നോക്ക്. അയ്യപ്പട്ടന് 2 കീരിപ്പല്ല് ഉണ്ടായിക്കണേ. പക്ഷെ ആള് സമ്മതിക്കൂല, അത് നോക്കാനും അത് കാണിച്ചു തരാൻ പറഞ്ഞാൽ കാണിച്ചു തരാൻ ഒന്നും ചെയ്യൂല കേട്ടോ. ആകെ കൂടെ നമ്മുടെ വീട്ടിലുള്ള ഒരു ഫ്ലവറാണിത്. നിഷുവിനത് കാണിക്കണമെന്ന് ഒരേ ഒരു നിർബന്ധം. ഞാൻ അത്ര വലിയ ചെടിഭ്രാന്തി അല്ലാത്തതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കൊന്നും അങ്ങനെ ഇങ്ങനെയും നോക്കാറില്ല. ഇതിപ്പം മല്ലിക സൈനിക അതൊക്കെ എളുപ്പമുണ്ടല്ലോ, അങ്ങോട്ട് വിത്തൊക്കെ അങ്ങോട്ട് വെതറി കൊടുത്താൽ മതി, അതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. സ്നാക്സ് ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്വീറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, അതായത് ഒന്നുകിൽ സ്നാക്സ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പായസം ഉണ്ടല്ലോ അത് വേണം. അപ്പോൾ ഇന്നിപ്പോൾ പായസം വേണ്ട, എന്നാലും ആ ഒരു ഫ്ലേവറിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റിൽ കിട്ടണ വേറെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചിന്തിച്ച് നമ്മൾ സ്വയം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇതുണ്ടാക്കാനായിട്ട് സേമിയ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ പഴം ഇങ്ങനെ കുനുകുനാന്നരിഞ്ഞെടുത്തിട്ടുണ്ട്. ദെൻ പാനൊക്കെ ചൂടായി വന്ന ഉടനെ തന്നെ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം വറുത്തെടുക്കുക. ഒരുപാട് കരിഞ്ഞു പോണ്ട, ഒരു എന്താ പറയുക, ഒരു ബ്രൗൺ കളറാവില്ലേ, അതുവരെ വറുത്ത് കൊടുക്കുക. ഇതിൽ തന്നെ കിടത്തിയിട്ട് നമ്മൾ ബാക്കിയുള്ള സംഭവം ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ നമ്മളത് കോരി മാറ്റണുണ്ട് കേട്ടോ, അതായത് വേറെ പാത്രത്തിലോട്ട് ആക്കി കൊടുക്കണുണ്ട്. എന്നിട്ട് ആ ഒരു സെയിം നെയ്യിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം വഴറ്റി അങ്ങോട്ട് കൊടുക്കുക. തന്നെ പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കണുണ്ട്. ആ ഒരു ടൈം കൊണ്ട്
തന്നെ നമ്മളിതാ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചിരവി എടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ കൊത്തുവാണെങ്കിൽ അങ്ങനെ ഇടാം, ഞാൻ ചിരവിയിട്ടാകുമ്പോൾ കുറച്ച് ടേസ്റ്റാണ്. അതായത് എനിക്ക് ഈ പഴം വയറ്റിയതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പഴം വാട്ടിയത് എന്ന് പറയില്ലേ, അതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ചുവ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് വെന്ത് സെറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ച് പാല് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള സേമിയം കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതായത് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കി. ഇത് നമ്മുടെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ, വേറെ എവിടെ നിന്നും കണ്ട് കോപ്പി അടിച്ചതല്ല. പെട്ടെന്ന് മനസ്സിൽ തോന്നി അതങ്ങോട്ട് ചെയ്തു. അപ്പോൾ ഒരു സ്വീറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ മധുരം ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടമാകും. അങ്ങനെ ഇതാ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിനു. ആ ഒരു ക്ലിപ്പ് ഇതിനകത്ത് ഇല്ല എന്ന് തോന്നുന്നു. ദെൻ നമ്മൾ ഓൾറെഡി വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്ത്, ഞാനും ഇപ്പച്ചി നിഷുമൊക്കെ കുറച്ച് കൂടുതൽ മധുരത്തിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പം നമുക്കിത് ഇന്നത്തെ മെയിൻ താരം ഇതന്നെയായിരുന്നേ നോമ്പറക്കാൻ. അപ്പുറത്ത് ബിരിയാണിയൊക്കെ ഉണ്ട്, എന്നാലും ഇതായിരുന്നു നമ്മുടെ ഫേവറേറ്റ് ഐറ്റം ആയിപ്പോയത്. അങ്ങനെ ഇതാ ജ്യൂസും പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്വീറ്റും ഒക്കെ ആസ്വദിച്ച് കഴിക്കണതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ വേറൊരു സംഭവം നടക്കുന്നത്. അതായത് നമ്മൾ ശ്രദ്ധിക്കാതെയാണ്, നമ്മൾ ഒരു നിമിഷത്തെ അശ്രദ്ധ എന്ന് പറയില്ലേ, അത് മതി എല്ലാം സംഭവിക്കാൻ. അതെങ്ങാനും എന്തെങ്കിലും ആയിപ്പോയാൽ എന്തിനു നന്ന് കാര്യം. ഇതിപ്പം ഐബുട്ടന് ഇതാ വായിൽ നമ്മൾ ഐസ് വാട്ടർ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു കുപ്പിയുടെ അടപ്പാണ് എടുത്തിട്ട് വായിലിട്ടിട്ടുള്ളത്. തക്ക സമയത്ത് തന്നെ നമ്മൾ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എടുക്കലും യൂട്യൂബ് ചാനലും ഒക്കെ ഇതോട് കൂടിയിട്ട് അങ്ങോട്ട് തീരുമാനമായിന്. അൽഹംദുലില്ലാ, പഠിച്ചോൻ കാത്ത്, അല്ലാതെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 15ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇത് ഓക്കെയാണ്, ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഐബുകുട്ടാ ടാറ്റാ. ടാറ്റാ. ടാറ്റാ ടാറ്റാ ടാറ്റാ.